ഇറാനിലെ അതീവ സുരക്ഷാ മേഖലയിൽ ഒരു സ്ഫോടനം, തൊട്ടു പിന്നാലെ ഗൾഫ് കടലിൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ. ഇത് വെറുമൊരു അപകടമാണോ അതോ പശ്ചിമേഷ്യയിൽ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള ഒരു കാഹളം മുഴങ്ങുകയാണോ? ഇറാനിലെ പാർച്ചിനിൽ സംഭവിച്ചത് എന്താണ് നോക്കാം. ഇറാനിലെ അതീവ തന്ത്രപ്രധാനമായിട്ടുള്ള പാർച്ചിൻ സൈനിക കോംപ്ലക്സിനുള്ളിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ദുരൂഹമായിട്ടുള്ള ഒരു സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാൻ അധികൃതർ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഉപഗ്രഹ ചിത്രങ്ങൾ സ്ഫോടനത്തെ സാധൂകരിക്കുന്നുണ്ട്. ആണവായുധ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ സംശയിക്കുന്ന ഇടമാണ് പാർച്ചിൻ. അവിടെ നടന്നത് സാങ്കേതിക തകരാറാണോ അതോ അട്ടിമറിയാണോ എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. എന്നാൽ ലോകത്തെ ആശങ്കയിലാക്കുന്നത് ഈ സ്ഫോടനത്തിന് പിന്നാലെ അമേരിക്ക നടത്തിയ നീക്കങ്ങളാണ്. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനെന്ന പേരിൽ അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ ഗൾഫ് മേഖലയിൽ നങ്കൂരമിട്ട് കഴിഞ്ഞു. ഇറാന്റെ ഏത് നീക്കത്തെയും നേരിടാൻ സജ്ജമായി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ അടക്കമുള്ള വൻ സന്നാഹമാണ് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. പാർച്ചിൻ കോംപ്ലക്സ് നേരത്തെയും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ഇസ്രയേൽ അവിടെ വ്യോമാക്രമണം നടത്തിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം കൂടുതൽ സങ്കീർണമാണ്. ഇറാനിലെ സാമ്പത്തിക തകർച്ചയ്ക്കും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്കുമെതിരെ നടക്കുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ രാജ്യത്തെ പിടിച്ചുലയ്ക്കുകയാണ്. ഉപരോധവും ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും കാരണം ഇറാൻ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലാണ്. ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശന മുന്നറിയിപ്പ് കൂടി വരുന്നത്. പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂട നടപടികൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ട്രംപ് പ്രതികരിച്ചത്. പ്രതിഷേധക്കാരെ കൊന്നൊടുക്കുന്നത് തുടർന്നാൽ സൈനിക നടപടി ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ലഭ്യമായ കണക്കുകൾ പ്രകാരം പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ 6000-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 86 കുട്ടികളും ഉൾപ്പെടുന്നു. 40,000-ലധികം പേർ ജയിലിലായി. സ്വന്തം ജനതയ്ക്കെതിരെ തിരിയുന്ന ഭരണകൂടത്തിന് നൽകുന്ന അവസാന താക്കീതായാണ് അമേരിക്കൻ പടക്കപ്പലുകളുടെ സാന്നിധ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധമുനമ്പിലാണ്. ഇറാനിലെ സ്ഫോടനവും അമേരിക്കയുടെ സൈനിക വിന്യാസവും യാദൃശ്ചികമല്ലെന്ന് ലോകം ഭയക്കുന്നു. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ അവിടെ നീങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.